നമസ്കാരം. ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ പ്രവേശിക്കാൻ കഴിയുന്ന രാജ്യമായിരുന്നു ഇതുവരെ ഇറാൻ. എന്നാൽ ഇനി മുതൽ വിസയില്ലാതെ ഇന്ത്യക്കാർക്ക് ഇറാനിലേക്ക് പോകാൻ സാധിക്കില്ല. ഈ വാർത്ത ഇന്ത്യക്ക് എതിരാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും എതിരല്ല എന്ന് പറയാം. ഇന്ത്യക്കാരുടെ പ്രവൃത്തിയുടെ ഫലമാണ് ഇപ്പോഴത്തെ ഇറാന്റെ നീക്കത്തിനുള്ള പ്രധാന കാരണം. ഇന്ത്യക്കാർക്ക് അനുവദിച്ചിരുന്ന വിസ രഹിത പ്രവേശന അനുമതി ചിലർ ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇനി ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് ഇറാനിലേക്ക് വിസയില്ലാതെ യാത്ര സാധ്യമല്ല. നവംബർ 22 മുതലാണ് പുതിയ മാറ്റം നടപ്പിലാക്കുക. ഇറാനിലൂടെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിലും വിസ വേണം. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രത്യേക സർക്കുലർ ഇറക്കി. ക്രിമിനൽ സംഘങ്ങൾ ഇറാൻ നൽകിയ ഇളവ് ദുരുപയോഗം ചെയ്യുന്നത് തടയാനാണ് പുതിയ നീക്കമെന്നാണ് പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. ഇറാനിലെ വ്യാജ ജോലി വാഗ്ദാനത്തിൽ നിരവധി ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കൂടാതെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്ര വാഗ്ദാനം ചെയ്തും തട്ടിപ്പ് നടക്കുന്നുണ്ട്. ചിലരെ തട്ടിക്കൊണ്ടുപോയി മോചന ദ്രവ്യം ആവശ്യപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിരന്തരം ഇത്തരം വാർത്തകൾ വരാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് വിസ ഇളവ് ഇറാൻ അവസാനിപ്പിച്ചത്. ഇറാനിലേക്ക് പോകുന്നതിന് വിസ വേണ്ട എന്ന ഇളവ് 1 വർഷം മുമ്പാണ് അനുവദിച്ചിരുന്നത്. ഇതനുസരിച്ച് വിസയില്ലാതെ ഇറാനിലെത്തുന്ന ഇന്ത്യക്കാർക്ക് 15 ദിവസം വരെ അവിടെ തങ്ങാൻ സാധിക്കുമായിരുന്നു. അതിനുശേഷം ഇറാനിൽ കഴിയണമെങ്കിൽ വിസ എടുക്കേണ്ടതുണ്ട്. നിലവിൽ സാമ്പത്തികമായി അല്പം ഞെരുക്കം അനുഭവിക്കുന്ന രാജ്യമാണ് ഇറാൻ. അമേരിക്കയുടെ ഉപരോധം ഇറാൻ നേരിടുന്നുണ്ട്. ഇതിൽ നിന്നുമെല്ലാം മറികടക്കാൻ വേണ്ടിയായിരുന്നു ടൂറിസം മേഖല പരിപോഷിപ്പിക്കാൻ തീരുമാനിച്ചതും വിദേശികളെ ആകർഷിക്കാൻ ശ്രമിച്ചതുമൊക്കെ. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ളവർക്ക് വിസ രഹിത യാത്ര ഇറാൻ അനുവദിച്ചത് ടൂറിസം ലക്ഷ്യമിട്ടായിരുന്നു. ഷിയ വിഭാഗക്കാർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമാണ് ഇറാൻ. ഇവിടെ നിരവധി ഷിയ പണ്ഡിതന്മാരുടെ ഖബറിടം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ നിരവധി പേർ തീർത്ഥാടനത്തിന് ഇറാനിലേക്ക് പോകാറുണ്ടായിരുന്നു. കൂടാതെ വിനോദസഞ്ചാരത്തിനും എത്താറുണ്ട്. ഇവരിൽ പലരെയും ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തിയതോടെയാണ് ഇറാൻ നടപടി കടുപ്പിച്ചത്. ഇന്ത്യൻ രൂപയേക്കാൾ മൂല്യം കുറവാണ് ഇറാന്റെ റിയാലിന്. അതുകൊണ്ട് തന്നെ ചെലവ് കുറഞ്ഞ വിനോദസഞ്ചാരം സാധ്യമായിരുന്നു. മാത്രമല്ല യൂറോപ്പിലേക്കും മധ്യേഷ്യയിലും ഒക്കെ ചെലവ് കുറഞ്ഞ യാത്രയ്ക്കും ഇറാൻ വഴി അവസരമുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യക്കാർക്ക് ഇറാനിൽ പ്രവേശിക്കണമെങ്കിൽ നേരത്തെ വിസ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിലവിലെ റദ്ദാക്കൽ താൽക്കാലികമാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തിയാൽ ഒരുപക്ഷെ വിസ ഇളവ് പുനരാരംഭിച്ചേക്കാം എന്നാണ് റിപ്പോർട്ട്.